ഗുഡ് മോർണിംഗ്. ഒട്ടും ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നില്ലല്ലോ. ആക്ച്വലി ഞാൻ ഉണർന്നതിന് ശേഷം നമ്മുടെ ക്യാമറയൊക്കെ എടുത്ത് ഉണക്കി, ഇതേ കണ്ടില്ല, മൈക്കൊക്കെ എടുത്ത് സെറ്റ് ചെയ്തു. എന്നുവെച്ചാൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റില്ല. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എന്നാൽ പിന്നെ രാവിലെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. അപ്പോൾ എന്തായാലും രാവിലത്തെ പരിപാടികൾ നടക്കാം, നല്ല തുടങ്ങാം. അയ്യോ, അപ്പോൾ ശരി, അപ്പോൾ വരാം. ഓൾ സെറ്റ്. കാപ്പി കുടിക്കാൻ പോവാം. ലെറ്റ്സ് ഗോ ഫോർ കാപ്പി കുടിക്കല്ലേ. കാപ്പി കുടിക്കാൻ പോകാലോ, കാപ്പി കുടിക്കാൻ പോകാലോ. ഫുഡ് കഴിച്ചിട്ട് വന്നാലോ? ഫുഡ് കഴിച്ചിട്ട് കൊള്ളാം. അങ്ങനെ ഫുഡ് കഴിച്ചു. മോർണിംഗ് ഫുഡ് കഴിഞ്ഞു. ഇനി എന്താ പരിപാടി? ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നു? അമ്മ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പ്ലാൻ ചെയ്യട്ടെ. ഇന്നുണ്ടല്ലോ, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞാനിങ്ങനെ റൂമിലിങ്ങനെ ഇരിക്കുക. വേറെ പരിപാടിയൊന്നുമില്ല, പുറത്തോട്ട് പോക്കൊന്നുമില്ല. അപ്പോൾ റൂമിലിങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കരുതി എന്നാൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ആക്ച്വലി എനിക്ക് വലിയ വശമൊന്നുമില്ല കേട്ടോ. അതൊരു വലിയ വിഷയമാണ്. എന്നും ഇത് തന്നെ ഞാൻ പറയുന്നതല്ലേ. എന്തെങ്കിലും അപ്പോൾ കുറേ റെഫർ ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ നമ്മൾ നോക്കിയിട്ട് അത് അങ്ങനെയൊക്കെ പോലെയൊക്കെ ചെയ്യാൻ അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്കൊരു ഇഷ്ടം വരുന്നില്ല. എന്ന് വെച്ചാൽ വേറൊരാൾ ചെയ്തു വെച്ചത് നോക്കിയിട്ട് അതങ്ങനെ ഫോളോ ചെയ്യുക. ചിലപ്പോൾ നാളെ ചെയ്യുകയോ ഇല്ലയോ എന്നുള്ളതല്ല കേട്ടോ. നാളെ ഞാൻ അല്ലെങ്കിൽ പിൽക്കാലത്ത്, അതായത് ഇനി വരും കാലങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഞാൻ ചെയ്യണമെന്ന് ഇപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഈ എല്ലാവരും പൊതുവേ പറയും, പക്ഷെ ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം, തെറ്റാണ് എന്ന് തന്നെ കരുതുക. എന്നാലും പറയുക, അതായത് നമ്മളിപ്പോൾ ഇന്ന് പറയുന്ന കാര്യം, ഇന്നിപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞേ, അത് ഇന്നത്തെ എൻ്റെ ധാരണ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലയോ? ഇന്ന് വരെയുള്ള എൻ്റെ ധാരണകൾ വെച്ചിട്ടായിരിക്കും പറയുന്നത്. ഒരു പക്ഷേ ഞാൻ ആ ധാരണ ഇപ്പം ഞാൻ ധരിച്ചു വെച്ചിരുന്നത് ഒരു പക്ഷേ തെറ്റാണ് എങ്കിൽ, ആ തെറ്റായ ധാരണ വെച്ചിട്ടാണ് ഞാൻ അനലൈസ് ചെയ്തിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നതെങ്കിൽ, അത് തെറ്റാണ് എന്ന് എനിക്ക് ബോധ്യമാവുമ്പോൾ അത് നമ്മൾ മാറ്റണ്ടേ? ആ മാറ്റുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്ന ഒരു ശരിയായ രീതി. അതായത് നമുക്കൊരു കാര്യം ശരിയാണ്, നമ്മൾ ഇതുവരെ കരുതിയിരുന്നതല്ല അത് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത്, നമ്മൾ ഇന്ന് വരെ പറഞ്ഞിരുന്ന ആ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, നമ്മൾ ആ കരുതിക്കൊണ്ടിരുന്ന ഒരു എന്തിനെങ്കിലും കുറിച്ചിട്ട്,
അപ്പോൾ അത് നമ്മൾ മാറ്റി പറയണം, അത് പറയാതിരിക്കരുത്. കാരണം അത് മാറ്റി പറഞ്ഞാൽ നമുക്ക് നിലപാടില്ലാത്തൊരുത്തൻ അല്ലെങ്കിൽ വാക്കിന് വിലയില്ലാത്തൊരുത്തൻ അങ്ങനെയൊക്കെ പറയും എന്ന് കരുതിയിട്ട് നമ്മുടെ ശരിയായ തിരിച്ചറിവ് നമ്മൾ മാറ്റി പറയുന്നതുകൊണ്ട് തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചിലപ്പോൾ തെറ്റായ ധാരണയിലായിരിക്കും മുമ്പോട്ട് പോകുന്നത്, അല്ലയോ? നമ്മൾ അത് പറയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ അതെല്ലായിടത്തും വരുന്നേ ഈ ഒരു സാധനം. ഇപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിലായാലും ഒരു ഫ്രണ്ട്സ് സർക്കിളിൻ്റെ ഇടയ്ക്കായാലും, അതല്ല ഇനി രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും, ഇനി വേറെ ഏത് രീതിയിലെടുത്താലും ഈ ഒരു സാധനം ആപ്ലിക്കബിളാണ്, ഇത് വരും, അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് ഞാൻ ഇന്ന് കരുതുന്ന ഒരു കാര്യം, ഞാൻ കരുതുന്നു, ഇപ്പോൾ ഉദാഹരണം പാർട്ടികളെ പറയുന്നുണ്ട്, എനിക്കൊരു മാങ്ങാത്തൊലിയില്ല, ഞാൻ പറയും. ഇപ്പോൾ ഇന്ന് ഞാൻ പറയാം, ഇപ്പം നമ്മൾ പൊതുവേ കേരളത്തിൽ എന്താ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. ഇപ്പോൾ RSS അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന പാർട്ടി, അതൊരു വർഗീയ പാർട്ടിയാണ്, അതിൽ വർഗീയതയുണ്ട്, അതിലൊരു ഹിന്ദു മാത്രം ഉള്ള ഒരു പാർട്ടി എന്ന ചിന്താഗതിയിലാണ് പോകുന്നത്, അല്ലേ? അങ്ങനൊരു നമ്മളൊക്കെ പലരും അല്ല, 95% ആൾക്കാരും അങ്ങനെയാണ് കരുതുന്നതും അതങ്ങനെയാണ് ഇന്ന് വരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തെറ്റൊന്നുമില്ല, ഓരോരുത്തരും കരുതുന്നത് അങ്ങനെ ഇങ്ങനെ എന്നുള്ളത് ഈ വിഷയമൊന്നുമില്ല, അതൊക്കെ കരുതിക്കോട്ടെ, പ്രശ്നമില്ല. പക്ഷേ ഞാൻ പറയുന്നത്, നമുക്കിപ്പോൾ അതങ്ങനെ അല്ല എന്നൊരിക്കലെങ്കിലും മനസ്സിലായാൽ അതങ്ങനെ ഒരു സംഭവമല്ല, അതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിലൊരു മാറ്റമുണ്ട്, അതായത് നമ്മൾ കരുതിയിരുന്ന പോലൊന്നും അല്ല എന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാനുള്ള മനസ്സ് വേണം. ഇനി വേറൊരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എനിക്ക് കുറച്ച് കൂട്ടുകാരുണ്ട്, സപ്പോസ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്. അപ്പോൾ അതിൽ എൻ്റെ ഫ്രണ്ട്സിന് ഓരോരുത്തർക്കും ഇഷ്ടങ്ങളുണ്ട്, ഓരോ ഇൻഡിവിജ്വാലിറ്റിക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്. അപ്പോൾ ആ ഇഷ്ടങ്ങൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ ആ ഇഷ്ടത്തെ എൻ്റെയും ഇഷ്ടമായി കാണുന്നു, അന്നേ അതൊരു നല്ല ഫ്രണ്ടാണ് എൻ്റെ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, അല്ലയോ? അല്ലാതെ എൻ്റെ കൂട്ടുകാരുടെ ഇഷ്ടങ്ങളൊന്നും ഞാൻ വകവയ്ക്കാതെ നടക്കുന്ന ഒരുത്തനാണെങ്കിൽ അതെങ്ങനെയാണ് നല്ല ഫ്രണ്ടാവുന്നത്? അതൊരിക്കലും ഒരു നല്ല ഫ്രണ്ടും അല്ല, ഒരു നല്ല പാർട്ട്ണറും അല്ല, ഈവൻ പാർട്ട്ണറാണെങ്കിൽ. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മാത്രം ഇഷ്ടങ്ങൾ ഇപ്പോൾ പറഞ്ഞു വരുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നതും എന്തുവാ? നമ്മുടെ മാത്രം ഇഷ്ടം നോക്കിയാൽ മതി, മറ്റുള്ളവരുടെ ഇഷ്ടം എന്തിനാണ് നോക്കുന്നത്? ഇഷ്ടം നോക്കി അങ്ങനെ ബാക്കിയുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് ഇന്നത്തെ കാലത്തെ എല്ലാവരും പറയുന്നത്. ഓക്കെ, അങ്ങനെ പോകുന്നവർക്ക് അങ്ങനെ പോവാം, അത് വേറെ വിഷയം. പിന്നെ അവിടെ പറയരുത് ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഇതെൻ്റെ ലവ്വർ, ഇതെൻ്റെ ഹസ്ബൻഡ്, ഇതെൻ്റെ മറ്റേ ബൻഡ്, ഇതൊന്നും പറയരുത്. കാരണം അവരുടെ ഇഷ്ടങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റാത്തിടത്തോളം കാലം നിങ്ങൾ ഏത് വകുപ്പിലാണ് നിങ്ങളവരെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനെ ഓപ്പോസിറ്റായിട്ട് പറയുന്നവർ കാണും. നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലും ഈ വീഡിയോ ചെയ്തു വരുന്നതിലുമൊക്കെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്, ഒരു ദോഷമുണ്ട്. എല്ലാവരും എന്ത് പൊട്ടത്തരം പറഞ്ഞാലും അത് വിശ്വസിക്കും, എന്ത് മാങ്ങാത്തൊരി പറഞ്ഞാലും അത് വിശ്വസിക്കും, എന്ത് പോഴത്തരം പറഞ്ഞാലും വിശ്വസിക്കും. ആദ്യം എന്ത് സാധനം വരുന്നോ ആ സാധനം അതങ്ങ് വിശ്വസിക്കും. ഇപ്പോൾ ഇറാൻ അമേരിക്കയിൽ ബോംബിട്ടു എന്നും പറഞ്ഞിട്ട് ഞാൻ ഇന്നിപ്പം ഇറാൻ അമേരിക്കയ്ക്ക് ഒരു ബോംബിട്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളതങ്ങ് വിശ്വസിക്കും. അതങ്ങനെയാണ്. 10 മീഡിയാസ് കൂടെ ചേർന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകം മൊത്തം വിശ്വസിക്കും, ഇല്ലയോ? അതാണ് ഇന്നത്തെ കാലം. സോ ഇപ്പോൾ ഈ വീഡിയോസിലൊക്കെ പറഞ്ഞു വരുന്ന ഇപ്പോൾ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഓരോരുത്തരുടെയും അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ താല്പര്യങ്ങളനുസരിച്ച് അതനുസരിച്ചുള്ള വീഡിയോസാണ് ആൾക്കാർ ചെയ്യുന്നത്, അത് മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനും അല്ലെങ്കിൽ ആരെയും വകവയ്ക്കാതെ ജീവിക്കാനുമാണ് എനിക്കിഷ്ടം എന്ന്, അല്ലെങ്കിൽ ഒരു വലിയ സമൂഹത്തിന്, ഒരു ക്രൗഡിന് അതാണ് ഇഷ്ടമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതുപോലത്തെ വീഡിയോസ് ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവർ അതായിരിക്കും ചെയ്യുന്നത്. കാരണം അവർ പറയുന്ന വീഡിയോയിലെല്ലാം പറയുന്ന ഇതായിരിക്കും, ഞാൻ കണ്ടില്ലേ എൻ്റെ സൗകര്യത്തിന് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പറന്ന് നടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളിലേക്ക് പിന്നെ നമ്മൾ കണ്ടുവരുന്നതും കേൾക്കുന്നതും എല്ലാം അത് തന്നെ. അങ്ങനെ വരുമ്പോൾ ഇന്നിപ്പോൾ ഒരു ഐ തിങ്ക് ഒരു 30 വയസ്സ് 30 വയസ്സുള്ള ആളുകൾ പോലും, ഞാൻ പറയുകയാണ് 35-40 ഒക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ പറയാം, ഇന്നിപ്പോൾ ഒരു 30 വയസ്സുള്ളവർ പോലും ചിന്തിക്കുന്നത് ഇതാണ്. പക്ഷേ അവരുടെയൊക്കെ മേ ബി ഒരു 10 കൊല്ലം മുമ്പ് അവരങ്ങനെ ചിന്തിച്ച് കാണൂല. പക്ഷേ ഇപ്പോൾ ഈ 30-35 വയസ്സുള്ളവർ ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യം ഇതാണ്. അതായത് എനിക്ക് ഫ്രീഡം വേണം, എനിക്ക് മറ്റാരുടെയും കാര്യങ്ങൾ അറിയേണ്ട കാര്യമില്ല, എനിക്ക് പറന്ന് നടക്കുക, എനിക്ക് എൻ്റെ സന്തോഷം, എൻ്റെ ലൈഫ് മൈ സന്തോഷം, ഈ സാധനമാണ് എന്ന്. കാരണം എന്താ? ഇവരെല്ലാം ഈ മൊബൈൽ യൂസ് ചെയ്യുന്നവരാണ്.
അവർ എപ്പോൾ എന്നും രാവിലെ എടുക്കുമ്പം കാണുന്നത് എന്തുവാ, അവർക്ക് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അവർക്ക് വന്ന് സജഷൻ വീഡിയോസ് വന്ന് കിടക്കുന്നത് അതാണ്. അവരുടെ അതിനെന്ത് പറയുന്നത്, ആ വാക്ക് ഞാൻ മറന്നുപോയി, നമ്മുടെ ആ ഒരു ഫീഡിൽ വന്ന് കിടക്കുന്നത് അതാണ്. ഫീഡെന്ന് വെച്ചാൽ എന്താ, നമുക്കുള്ള ആഹാരം രാവിലെ വരുന്നത് ഇതൊക്കെയാണ് അല്ലയോ. നമ്മളിത് കഴിച്ച് അല്ലെങ്കിൽ ഇത് കണ്ട് ഇത് തുടങ്ങി, ഇതാണ് നമ്മുടെ ഡെയിലി റൂട്ടീൻ, അതായത് ഇതാണ് നമ്മൾ എന്ന് നമ്മളെ തന്നെ നമ്മളൊന്ന് വിശ്വസിപ്പിക്കും. ഇതിങ്ങനെ ഡെയിലി കാണുമ്പോൾ നമ്മളെന്ത് പറയും, നമ്മളതിലേക്ക് അഡിക്റ്റഡ് ആവും, നമ്മളത് ഫോളോ ചെയ്യാൻ തുടങ്ങും, ആ രീതിയിൽ പോവും. സംബഡി കെയിം. സോ നമ്മൾ ഈ ടോക്ക് ഇവിടെ നിർത്തുന്നു. അത് നമ്മൾ രാവിലെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്നായിരുന്നു കേട്ടോ, സംസാരിച്ചായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനിടയ്ക്ക് വെച്ചിട്ട് ഞാൻ 1-2 കമൻറ്റ് എനിക്ക് വന്ന 1-2 കമൻറ്റ്സൊക്കെ കണ്ടിരുന്നേ. അതിൽ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ കൂടുതൽ അല്ലെങ്കിൽ 1-2 വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്തതിൽ മറ്റേ ചായക്കടയിൽ പോകുന്ന വീഡിയോ ഒക്കെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ, ചായ കുടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നു, ഈ ചായക്കട മാത്രമല്ല ദുബായിലുള്ളത് എന്ന്. അതെ, ദുബായിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒത്തിരി നമുക്ക് നാച്ചുറൽ അല്ലാത്ത രീതിയിലുള്ള, അതായത് നമ്മുടെ നാട്ടിൽ കാണുന്ന കണക്ക് സുഖകരമൊന്നും കിട്ടുന്ന രീതിയിലൊന്നും, സുഖമൊന്നും കിട്ടുന്ന ടൈപ്പൊന്നും കാര്യമില്ല. നാട്ടിലെ പോലെ നമുക്കൊരു എന്താ പറയുക, നാച്ചുറലി ഉള്ള ഒരു സാധനമല്ല. അല്ലാതെ നമുക്ക് കറങ്ങാനായിട്ട് ഒരുപാട് ആർട്ടിഫിഷ്യലി ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളും കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് പൈസകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി അധികം കാര്യങ്ങൾ എൻജോയ് ചെയ്യാം, എൻ്റർടൈൻ ചെയ്യാം. പിന്നെ ഇതിനൊക്കെ ഒരു മാനസികാവസ്ഥയുണ്ട് കേട്ടോ. നമുക്ക് എൻ്റർടൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മാനസികാവസ്ഥയും കൂടെ നമ്മുടെ അങ്ങനെ ആയിരിക്കണം. അല്ലാതെ എൻ്റർടൈൻമെൻറ്റ്, അയ്യോ ഞങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം എൻ്റർടൈൻമെൻറ്റ് വേണമേ എന്നും പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റത്തില്ല. എന്നെക്കൊണ്ട് പറ്റത്തില്ല, പറ്റുന്നവർ കാണുമായിരിക്കാം. പിന്നെ 3, നമുക്ക് ബേസിക്കായിട്ട് വേണ്ടുന്ന അല്ലെങ്കിൽ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വീട്, നമുക്ക് നാട്ടിലൊരു വീട് കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ ഈ പറയുന്ന നമുക്ക് ഈ എന്താ ചായക്കട മാത്രമൊന്നുമല്ല, അപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞ ഒരു ഞാൻ കരുതുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, നമുക്കൊരു വീട് വേണ്ടേ. ഇപ്പം നാട്ടിലാണെങ്കിൽ നാട്ടിൽ നമുക്ക് എന്നും ഈ വിദേശത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല. നമ്മളിവിടുത്തെ ആരുമല്ല. അപ്പോൾ നമ്മളിവിടുത്തെ ജോലികളൊക്കെ കഴിഞ്ഞിരിക്കുക എന്തെങ്കിലും ഒരിക്കലായാലും, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നാട്ടിൽ പോയി സെറ്റിലാവുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പേഴ്സണലി. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ നമുക്ക് നാട്ടിലേക്കൊരു വീട് സെറ്റ് ചെയ്യണ്ടേ. പിന്നെ അതുപോലെ അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ചെറിയൊരു എവിടെയെങ്കിലും ഒന്ന് പോകുന്നത് ഒക്കെ മിച്ചം പിടിച്ചിട്ടാണോ. അങ്ങനെ മിച്ചം പിടിക്കുക എന്നുള്ളതല്ല, ഇത് ചെയ്യാനുള്ളൊരു ഭയമാണ്. അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങാൻ, അല്ലെങ്കിൽ അത് നമ്മൾ ഇറങ്ങി തിരിച്ച് ഇവിടെ പോയി കഴിഞ്ഞാൽ ആ ചിലവാകുന്നത് അത് പോയി. നമ്മളങ്ങനെയൊക്കെ കണക്ക് കൂട്ടുന്നുണ്ട്. നമ്മളെന്നല്ല, ഞാനങ്ങനെ കണക്ക് കൂട്ടുന്നുണ്ട്. ഓവറായിട്ട് എക്സ്പെൻസ് ആവരുതേ എന്ന് കരുതി പലതും ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെയൊക്കെ ഒരുപാട് അധികം പൈസ ചിലവാക്കിയിട്ടുള്ള ഒരാളാണ് പലതിനും. അപ്പോൾ ഇപ്പോൾ അത് മനസ്സിലായി, അങ്ങനെ പൈസ നമുക്ക് കിട്ടുന്ന പൈസ വരവനുസരിച്ച് ചിലവാക്കിയില്ലെങ്കിൽ ഒന്നിനും കാണത്തില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വന്നതുകൊണ്ടാണ് ഇപ്പം പരമാവധി സൂക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അനാവശ്യമായിട്ടുള്ള യാത്രകളും കാര്യങ്ങളും, അത് നിർബന്ധമില്ലല്ലോ ആ യാത്ര. പ്രത്യേകിച്ച് ഞാനിവിടെ ഓൾമോസ്റ്റ് എല്ലായിടവും പോയി കിടന്ന് കറങ്ങിയിട്ടുള്ളതൊക്കെയാണ്. എനിക്കങ്ങനെ വീണ്ടും പോകാനായിട്ട് ഒരു സ്ഥലവും എനിക്കിവിടെ തോന്നിയിട്ടേ ഇല്ല. സോ അതുകൊണ്ട് ഞാൻ അത്ര ഇൻട്രസ്റ്റഡ് അല്ല അങ്ങനെ പോകാൻ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ചായക്കട കാണിക്കുന്നത്. ഞാൻ അവിടെ പോകുന്നുള്ളൂ, ഞാൻ പോകുന്നിടത്തെ എനിക്കെടുക്കാൻ പറ്റും, അത് എനിക്ക് പറയാൻ പറ്റും, എനിക്കതേ നിങ്ങളിലേക്ക് എത്തിക്കാനും പറ്റും. പിന്നെ പരിസരവും അല്ലെങ്കിൽ സ്ഥലങ്ങളും കണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് പറയാൻ പറ്റുന്ന ഒരു രാജ്യമല്ല ഇത്. ഇവിടെ അങ്ങനെ പുറത്തിറങ്ങി നടന്ന് അങ്ങനെ വീഡിയോ എടുക്കുന്നതിനോട് ഇവിടുത്തെ രാജ്യത്തിന് വളരെയധികം എതിർപ്പുള്ള ഒരിതാണ്. അപ്പോൾ നമ്മളത് പാലിക്കണം. നമ്മളൊരു രാജ്യത്ത് ചെന്നിട്ട് അവിടുത്തെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവിടെ ചെന്നിട്ട് ഇവൻ ആരടാ ഉവയെന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ പറയാമെന്നും പറഞ്ഞ് പോക്കൃത്തരം കാണിച്ചിട്ട് കാര്യമില്ല. ഇവിടുത്തെ ലോ എന്താണോ അതനുസരിച്ച് നമ്മൾ പോകണം. അതാണ് അതിൻ്റെ ഒരു മര്യാദ.
സോ അതുകൊണ്ട് അത് ഒക്കെ വിട്ടിരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പൈസയുടെ കാര്യം പറയുന്നത് നമുക്കിപ്പോൾ കിട്ടുന്ന അതിപ്പോൾ എല്ലാവരുടെയും കേസല്ല പറയുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടുന്ന സാലറി അനുസരിച്ച് എനിക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ സാലറിയുടെ കണക്കനുസരിച്ചല്ലേ നമുക്ക് പറ്റൂ. അപ്പോൾ എബോവ് 2 ലക്ഷം അല്ലെങ്കിൽ എബോവ് 3 ലക്ഷം ഇന്ത്യൻ മണി ഒരു 3, 4, 5 ലക്ഷം രൂപയൊക്കെ സാലറി കിട്ടുന്നവർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ അപേക്ഷിച്ച് അവർക്ക് വേണമെങ്കിൽ ആഴ്ചയിലോ വീക്കെൻഡിലോ ഒക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാം. കാരണം അത്രയും മണി അവർക്കുണ്ട്, പൈസ അവർക്കുണ്ട്. അവർക്കതുപോലെ നാട്ടിലും സെറ്റിൽഡ് ആയിരിക്കും. ഇവരൊക്കെ സെറ്റിലായിട്ടുള്ളവർക്കൊക്കെ ഇതൊക്കെ ഓക്കെയാണ്. ഇനി സെറ്റിൽ അല്ലാത്തവർക്കും ചെയ്യാം, പക്ഷേ അത്രത്തോളം വരുമാനം ഉണ്ടെങ്കിൽ. ഇനി നമ്മൾ സെറ്റിൽ ആവത്തേ ഇല്ല എന്ന് മനസ്സിൽ കരുതി നടക്കുന്നവർക്കും ചെയ്യാം. നമുക്ക് സെറ്റിൽ ആവുക വേണ്ടെന്ന് മനസ്സിൽ കരുതി നടക്കുന്നവർക്കും ചിലവാക്കാം. അവർക്കും അത് ബാധകമല്ല. പക്ഷേ എനിക്ക് സെറ്റിൽ ആവണം, ദാറ്റ് ഈസ് എ പ്രോബ്ലം. എനിക്കൊരു 3-4 കൊല്ലം കൊണ്ട് എല്ലാം സെറ്റിലായി എനിക്ക് പിന്നെ ഇങ്ങോട്ടേക്ക് വരാനൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാക്സിമം നാട്ടിൽ തന്നെ നിൽക്കണം, ഉള്ളത് മതിയെന്നേ, ഉള്ളത് കൊണ്ട് ഓണം പോലെ. അങ്ങനെ അധികം ഒന്നും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. ജസ്റ്റ് കയറി കിടക്കാനൊരു വീടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, മര്യാദയ്ക്ക് അവിടെ കിടന്നുറങ്ങുക എന്നുള്ളത്, അത്രയൊക്കെ ഉള്ളൂ ആഗ്രഹം. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ അധികം ക്യാഷ് സ്പെൻഡ് ആവും എന്ന് കരുതിയിട്ട് ഞാൻ മറ്റ് യാത്രകളായാലും അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും മറ്റ് അടുത്തൊക്കെ ഉള്ളിടത്തായാലും എങ്ങും പോകാനായിട്ടും അങ്ങനെയൊന്നും തയ്യാറാവാത്ത ഒരേ ഒരു കാരണം ഇതൊക്കെ തന്നെയാണ്. നമ്മളെ കയ്യിൽ നിന്ന് ഇറങ്ങും 5, 10, 20, 30 ഒക്കെ വെച്ച് ഇങ്ങനെ പോകുമ്പോൾ അതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ നമുക്കതൊരു ബൾക്ക് എമൗണ്ട് ആയിരിക്കുമെന്നേ. നമുക്കത് അത്രയും സ്പെൻഡ് ചെയ്യാനും മനസ്സില്ല. ഞാൻ കുറേ സ്പെൻഡ് ചെയ്തിട്ടുള്ളവനാണ്. ഞാൻ മാക്സിമം അർമാദിച്ച് തീർത്ത ഒരാളാണ്. എനിക്കതുകൊണ്ട് അങ്ങനെ വലിയ ഇനി ബാലൻസ് ആയിട്ടൊന്നുമില്ല. പിന്നെ ആകെ ഉള്ള വലിയൊരു ആഗ്രഹമാണ് എൻ്റെ രാജ്യം മൊത്തം ഒന്ന് പോയി കാണുക എന്നുള്ളത്. ഇന്ത്യ ഫുള്ള് കാണുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹം. അത് വെറുതെ അങ്ങ് പോവല്ല. ഈച്ച് ആൻഡ് എവറി സ്റ്റേറ്റ്, ഓരോ സ്റ്റേറ്റും നല്ല രീതിയിൽ എനിക്ക് ഫുള്ളായിട്ട് കാണണം, എല്ലാം അവിടത്തേക്ക് അറിയണം എന്നുണ്ട്. അങ്ങനത്തെ ആഗ്രഹമുണ്ട്. പിന്നെ വേൾഡ് മൊത്തം കറങ്ങാൻ കിട്ടിയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ബട്ട് ഇന്ത്യ മസ്റ്റ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. അതൊന്ന് ചെയ്യണം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ഞാനിപ്പോൾ എങ്ങും പോകാത്തതിൻ്റെയൊക്കെ കാര്യങ്ങൾ. വേറെ വലിയ കഥയും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അങ്ങനെയൊക്കെ അങ്ങ് പോകണം മുമ്പോട്ട്, അത്രയൊക്കെ ഉള്ളൂ. സോ എന്താ പറയുക, ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതൊക്കെ തന്നെയാണ്. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുക. ഇന്നിപ്പോൾ ഞാൻ റൂമിൽ, ഇപ്പോൾ ഇവിടെ ആരും ഇല്ലായിരുന്നു കേട്ടോ. 1-2 പേര് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും പുറത്തൊക്കെ ആയിരുന്നു. കുറച്ച് പേരൊക്കെ എന്തോ ക്രിക്കറ്റ് കളിക്കാനോ മറ്റായിട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് പേര് അങ്ങോട്ടൊക്കെ പോയി, അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. നമുക്കിപ്പോൾ എന്താ പറയുക, എനിക്ക് ഡെയിലി അങ്ങനെ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഈ പറയുന്ന പോലെ കമൻറ്റ് വന്ന പോലെ എങ്ങും പോകാനും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഈ എൻ്റേതായ കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് പോവാം. പിന്നെ ഈ കാര്യം തന്നെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. എനിക്കറിയാം ഇത് ഭയങ്കര വൃത്തികേടാണ്, ഈ ഒരേ കാര്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നിങ്ങൾ ഓരോ ദിവസവും ചിലപ്പം വ്യത്യസ്തരായിട്ടുള്ളവരൊക്കെ ചിലപ്പോൾ കാണാം, പുതിയതായിട്ട് വരുന്നവർ കാണാം. അവർ എന്തെങ്കിലും ആവട്ടെ. എനിവേ, ഐ എം ഹാപ്പി. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ട് പോകുന്നു. ജീവിതം മുമ്പോട്ട് പോയല്ലേ പറ്റൂ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മറ്റെന്തെങ്കിലും സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കിതിലൂടെ തന്നെ എല്ലാവരും അറിയുന്നതായിരിക്കും. എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് എന്ത് സന്തോഷം വന്നാലും. ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നാട്ടിൽ ചെല്ലുക, TVSൻ്റെ അപ്പാച്ചെ RTX 300 എന്ന് പറയുന്ന ബൈക്ക് എടുക്കുക എന്നതാണ്. അത് വേറൊന്നുമല്ല, അതും എടുത്തിട്ട് വേൾഡല്ല കേട്ടോ, ഇന്ത്യയെങ്കിലും മിനിമം കറങ്ങണം. ആദ്യം നമ്മൾ ചിലപ്പോൾ കേരളമായിരിക്കും കേട്ടോ. കേരളമൊക്കെ തന്നെ ഞാൻ ഒരുപാട് ഇനിയും കാണാനുണ്ട്. എനിക്കതൊക്കെ കാണണമെന്നുണ്ട്. എന്തായാലും ഒരു നാൾ നമ്മൾ പോവും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇന്ത്യയെങ്കിലും കണ്ടിരിക്കണമെന്നുള്ളൊരു വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഞാൻ കവർ ചെയ്യും. ഇച്ചിരി താമസിക്കും, എന്നാലും പ്രശ്നമല്ല, അത് ഞാൻ കണ്ടിരിക്കും. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് ഇന്ത്യ മൊത്തം പോകാനായിട്ടാണ് ആ ഒരു ബൈക്ക് ഞാൻ ചൂസ് ചെയ്യുന്നത്. ബൈക്കിൽ പോകാനാണ് ഇഷ്ടം. എക്സ്പെൻസും കുറവല്ലേ. നമുക്കങ്ങനെ കോടിക്കണക്കിനൊന്നും ഇല്ലല്ലോ. ഉള്ളത് വെച്ച് നമ്മളെ കയ്യിലുള്ളതിൽ നമുക്ക് ജീവിതാവസാനം വരെ പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റിലാക്കി അങ്ങനെ പോകാമെന്നുള്ള ഒരു മര്യാദയ്ക്ക് മൈൽഡായിട്ടുള്ള ഒരു രീതിയിൽ പോകണം. പണം അങ്ങനെ വാരിത്തൂരിയെടുത്ത് കളയാനും അല്ലെങ്കിൽ വാരിയെടുത്ത് എറിയാനും ഒന്നും എൻ്റെ കയ്യിലുമില്ല. ഞാനിനി ഉണ്ടാക്കിയാലും അതുണ്ടാകാൻ പോകുമെന്ന് എനിക്കറിയത്തുമില്ല. സോ ആണ് ഞാനിതെല്ലാം ഇങ്ങനെ ഒരു പരിധിക്ക് പോകുന്നത്. പിന്നെ ഈ അപ്പാച്ചെ RTX 300 എടുക്കുന്നതിൻ്റെ കാരണം, ഏകദേശം ഒരു ഹിമാലയൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു റേഞ്ച് ആണെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഹിമാലയൻ എടുക്കണമെന്നുണ്ട്, ബട്ട് അത്
എക്സ്പെൻസീവും ആണ്, അതിനേക്കാൾ 1 ലക്ഷം രൂപ കൂടുതലാണ്, 1.5 ലക്ഷം രൂപ കൂടുതലാണ്. ഇതിന് 3 ലക്ഷത്തിനകത്തേ ഉള്ളൂ, മറ്റേതിന് 4.5 ലക്ഷം കണ്ട് വരും ഹിമാലയന്. അതുമല്ല ഹിമാലയന് ഇതിൻ്റെ അത്ര മൈലേജ് ഇല്ല. ഹിമാലയന് 20, 22, 20 അത്രയൊക്കെ മാക്സിമം കിട്ടുള്ളൂ തോന്നുന്നു. പക്ഷേ ഇതിനെന്ന് പറഞ്ഞാൽ 35 റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട് ഓരോരുത്തർക്ക് മര്യാദയ്ക്ക് ഓടിച്ചാൽ. അപ്പോൾ അത് പിന്നെ ഇതിനകത്ത് ഹിമാലയനേക്കാൾ കൂടുതലാണോ കുറവാണോ എന്ന് എനിക്കറിയില്ല. ഹിമാലയൻ്റെ ഫുൾ ഫീച്ചേഴ്സൊന്നും എനിക്കറിയില്ല. ബട്ട് ഇതിലെന്തൊക്കെയോ അധികം ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഓക്കെ ആണെന്നാണ് ഞാൻ പല റിവ്യൂവിലും കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ കേട്ടും കണ്ടുമൊക്കെ വണ്ടി കണ്ടപ്പോൾ എനിക്ക് ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബൾക്കി ആയിട്ടുള്ള വണ്ടി, അതായത് അതിൻ്റെ ആയിട്ടില്ലേ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് 2 എണ്ണമൊക്കെ ഇങ്ങനെ വന്നിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ളൊരു മോഡലായതുകൊണ്ട് അത് തന്നെ എടുക്കാം എന്ന് ഞാൻ കരുതുന്നു. അത് തന്നെ എടുക്കും. ഞാൻ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഫിക്സ് ചെയ്തോളൂ. ഓടിച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ, എനിക്കങ്ങനെ ഭീമമായ പെർഫോമൻസ് ഒന്നും കാഴ്ച വെക്കണമെന്നില്ല. പക്ഷേ കയറ്റമൊക്കെ ബുള്ളറ്റ് കയറി പോകുന്ന പോലെ കയറി പോകണം എന്നൊരാഗ്രഹമുണ്ട്. ബുള്ളറ്റ് കയറ്റം കയറി പോകുന്ന ഒരു പ്രത്യേക ഒരു രീതിയാണ്. എൻ്റെ കയ്യിൽ ബുള്ളറ്റാണ് ഇന്ന് വരെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് റോയൽ എൻഫീൽഡിൻ്റെ മീറ്റിയോർ 350 എന്ന് പറയുന്ന വണ്ടിയാണ്. അതിന് മുന്നേ ക്ലാസിക് 350 ആയിരുന്നു. അതിന് മുന്നേയും ഒരു ക്ലാസിക് 350 തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വണ്ടി മാറ്റിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, മാറ്റാറൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, എനിവേ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഒരു 4 വീലറും കൂടെ നമുക്ക് വേണമെന്നുണ്ട് കേട്ടോ. ഒരു 2 വീലർ, ഒരു 4 വീലർ, ഒരു വീട്. ഇതാണ് എൻ്റെ ഒരു മൈൻഡിലുള്ളത്. എല്ലാം കൂടെ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും വീട് ആവട്ടെ. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഒരു ബൈക്കും ഞാൻ എടുക്കും. എന്നിട്ടിങ്ങനെ നമ്മുടെ സന്തോഷങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളിലേക്കും പങ്കുവെക്കും. അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു മനസ്സും അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളും കാര്യങ്ങളുമൊക്കെ. ഇതിൽ കൂടുതലുണ്ടോയെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ എനിക്ക് പറയാനായിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മകളും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ എനിക്ക് പറയണമെന്ന് തോന്നിയാൽ ഞാനത് മേ ബി നെക്സ്റ്റ് വീഡിയോയിലേക്ക് അത് ആഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇതൊക്കെ തന്നെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതിനോ ഇതിനകത്തൊന്നും വലിയ കഥയും കാര്യമൊന്നുമില്ലല്ലോ അല്ലേ? അങ്ങനെ ഞാൻ എപ്പോഴും പറയുന്നത്. അങ്ങനെ പറയാൻ പാടില്ലെന്നാണ്. ഇത് കിടുക്ക വീഡിയോയാണ്, അടിപൊളിയാണ് എന്ന് പറഞ്ഞ് എന്തിനാണ് ആൾക്കാരെ പറ്റിക്കണേ? ഇതാണ് എൻ്റെ വീഡിയോസ്, ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും എൻ്റെ ലൈഫ് പോകുന്ന ആ ഒരു വേ ഓഫ് മൈ ലൈഫ് ട്രാവൽ അല്ലേ, എൻ്റെ ജീവിത യാത്രകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയത്തില്ല. ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാം, സ്വീകരിക്കാം, 2 കൈകളും നീട്ടി സ്വീകരിക്കാം. ആൻഡ് അത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോ അടുത്തൊരു ദിവസം കാണാം അല്ലേ? അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ദിവസം നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ടേക്ക് കെയർ. ബൈ.